ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെസിപ്പീസും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടണിനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ തീരുന്നതിന് മുമ്പ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയ മാന്തള മീനില്ലേ, അതൊക്കെ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് അപ്പോൾ ഇതാ മസാലയൊക്കെ ഒന്ന് പരക്കുകയാണ്. അപ്പോൾ മീൻ പൊരിച്ചതും ദോശയും ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്ന് നമുക്ക് കുറേ അധികം കാര്യങ്ങളുണ്ട്, ഒരു യാത്രയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കലാണ്. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ഒരു എളുപ്പത്തിലുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു 2 പിഞ്ചോളം വലിയ ജീരകം ഇട്ട് കൊടുത്തു. ചതക്കൊന്നും വേണ്ട, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ച ഒരു ടേസ്റ്റിന്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ തിരക്കിട്ടായതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതൊന്ന് പെരക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഈ കറിവേപ്പില ഒക്കെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടിയിലേക്ക് ഇടുമ്പോൾ ആ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട്, ജീരകമൊക്കെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ കിടന്നിട്ട് ഫിഷ് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ദോശക്കുള്ള ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോഴത്തേക്കും മീനൊക്കെ ഒന്ന് പിടിച്ചു വരുമല്ലോ, ഒരു 10 മിനിറ്റ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇതാ അരിപ്പൊടി, നമ്മൾ പത്തിരിപ്പൊടി ഇല്ലേ, പച്ചരീൻ്റെ പൊടി, അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും കാണിക്കുന്ന, നമുക്ക് എളുപ്പത്തിൽ എവിടെയെങ്കിലുമൊക്കെ നേരത്തേക്ക് പോകാനുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. മീൻ കറീൻ്റെ കൂടെ, മീൻ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനുമാണ് കേട്ടോ. ഞാൻ അധികവും കാണിക്കലുണ്ട്. പത്തിരിപ്പൊടി കുറച്ച് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചു കേട്ടോ. ഇച്ചിരി ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ കുറച്ച് ടൈറ്റായിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി കുറച്ച് ചൂടുവെള്ളം വേണം, ഒരു ഇളം ചൂടുവെള്ളം. അതാവുന്ന സമയം വരെ ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇതാ ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അല്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാറ്ററിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അധികം ചൂട് വേണ്ട. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ദോശ നമ്മൾ ചിലരൊക്കെ ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല എന്ന് പറയലുണ്ട്, ചട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ചട്ടീൻ്റെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്കിത് നമ്മൾ ഇരുമ്പിൻ്റെ അയണിൻ്റെ ചട്ടിയിലാണിത് ചുട്ടെടുക്കുക. പിന്നെ ഇത് ഇൻഡസ് വാലി ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു അയണിൻ്റെ പാന് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ആദ്യമേ ഉള്ളതാണ്, ആ ഒരു അപ്പുറത്തുള്ള പാൻ കേട്ടോ. ഇത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പാനിലാണ് നമ്മളാക്കുക. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ തവയില്ലേ, അതിലും ഇതാക്കി ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നൈസായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതാ ആദ്യം ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കറിവേപ്പില, വലിയ ജീരകമൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും, എന്നാലും ബിഗിനേഴ്സ്, കുക്കിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ, പഠിച്ച് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് യൂസ്ഫുള്ളാവും. ഒരുപാട് മസാല നമ്മളെ മീനിലൊന്നും കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത്, കുറച്ച് മുളക് പൊടിയെല്ലാം മതി കേട്ടോ. കുറച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ മസാലയൊക്കെ കരിഞ്ഞ്, ഫിഷ് വേവാതെ മസാലയൊക്കെ കരിഞ്ഞ് ഒരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ മാത്രമല്ല, ആ ഒരു മസാലേൻ്റെ ഫ്ലേവറിലേക്ക് നമ്മൾ മീൻ മാറും. മീനിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പോവുകയും ചെയ്യും. അതിന് മീനിനെ കൊല്ലുക എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു പാകത്തിനെല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ നമ്മൾ ദോശേൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു രീതിയിലൊന്ന് കലക്കിയെടുത്തിട്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. നമ്മളൊരു എണ്ണ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്തിട്ടോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് ഹൈ ഫ്ലെയിമിൽ നൈസായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അതേ ഫ്ലെയിമിൽ. അത് വേഗം ദോശ ചുട്ടെടുത്താൽ മതി കേട്ടോ. ഭയങ്കര ഈസിയാണ് ഈ ഒരു ദോശ. പലർക്കും ഇത് നന്നാവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ അത് ഫേവറേറ്റാണ്. ചില സ്ഥലത്ത് പത്തിരി ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും, അവർക്ക് എന്നും എണീറ്റാൽ പത്തിരി, അങ്ങനെ ചില സ്ഥലത്ത് ഒറോട്ടി.
അപ്പോൾ നമ്മളിവിടെ നൈസ് പത്തിരി ഉണ്ട്, പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു ദോശ ഓട്ടടൊക്കെ അതും ഇവിടുത്തെ ഒരു ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ആളുകളുടെ. അപ്പോൾ നമുക്കത് എങ്ങനെ ആക്കിയാലും നന്നായിട്ടേ വരുള്ളൂ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് തവണ ചെറിയൊരളവിലാക്കിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് റഫീക്ക ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. റഫീക്കക്ക് ഒന്ന് സ്റ്റേഷനിൽ പോയിട്ട് വരണം, ഇന്ന് ലീവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് വേണം വരാൻ. ആ ഒരു പോയി വരുന്ന ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് പിന്നെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കുളിയും ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റഫീക പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ് കേട്ടോ. റഫീഖാൻ്റെ നമ്മളെ ഫ്രണ്ട് റോഫിക്കല്ലേ, ജംഷി റോഫിക്ക, അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ടുള്ള വിവരങ്ങളൊക്കെ കാണാം. രാവിലെ പോയാൽ നല്ല സുഖം കേട്ടോ. എന്താ വർക്കിംഗ് ഡേ അല്ലേ, വർക്കിംഗ് ഡേ അല്ല മീൻ വാങ്ങാൻ വരിക. നമ്മൾ രാവിലെ ഹാർബറിലേക്ക് പോവാണ് കേട്ടോ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ ഒരു 5:30 പോകുന്നാന്ന് വിചാരിച്ചത്, പക്ഷെ വൈകി. ഇപ്പൊ ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉറക്കം തീർന്നു. നമ്മൾ വന്നത് അഞ്ചരക്കണ്ടിയാണ് കേട്ടോ, അഞ്ചരക്കണ്ടി സ്കൂള്. കുറെ പേര് ചോദിക്കലുണ്ട് നിങ്ങൾ കണ്ണൂർ എവിടെയാണ് വന്നതെന്ന്. നമ്മൾ ജംഷീൻ്റെ വീട്ടിലാട്ടോ വന്നത്, റോഫ്ഖാൻ്റെ. ശരിക്കും ഇത് കണ്ടോ ട്രെയിൻ പോകുന്നുണ്ടോ. പിന്നെ നമ്മൾ ശരിക്കും ഹാർബറിലേക്ക് പോകുമ്പോൾ രാവിലെ പോകണം കേട്ടോ, സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ പോകണം. അപ്പോഴാണ് റോഡും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഉറങ്ങി പിന്നെ എണീറ്റപ്പോഴത്തേക്കും കുറേ സമയം, എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മീനൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു സ്കൂളിൻ്റെ ടൈമും ഓഫീസിൻ്റെ ടൈമും ഒക്കെ ആയി ബ്ലോക്കിൽ കുടുങ്ങി അങ്ങനെ ആയിട്ടോ നല്ല തിരക്കായി. കുറേ സമയം നമ്മൾ റോഡിൽ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇതതിൻ്റെ വേറൊരു ഭാഗമാണ്. അപ്പോൾ ഞാനും റഫീഖയും കുട്ടികളും റോഫ്ഖാൻ്റെ മക്കളുമാണ് കേട്ടോ രാവിലെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് മീനൊക്കെ വാങ്ങിയിട്ട് പോവുക, എന്നിട്ട് റൊട്ടീൻ്റെ കൂടെ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ആക്കിയിട്ട് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചിലേക്ക് എത്തുമെന്ന് സംശയമാണ് കേട്ടോ. ഇപ്പം തന്നെ 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫിഷെല്ലാം ഇടയ്ക്കിടയ്ക്ക് ബോട്ടിൽ ഇങ്ങനെ വരുന്നുണ്ടെന്ന്, തോണിയിലൊക്കെ വരില്ലേ, അതൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ അപ്പുറമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ട്. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. രാവിലെ തന്നെ കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ചൂട് അറിയില്ല, ആ വെയിലിൻ്റെ ആ ഒരു ക്ഷീണം നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ നല്ല വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാട്ടോ അതാ ഈ തോണിക്കാർ മീൻ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇത് കണ്ടോ. അപ്പോൾ അവിടെയുള്ള ഇങ്ങനെ ചൂണ്ടയിടുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇപ്പോൾ വരും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നവരും തോണിയിലൊക്കെ പിടിക്കാൻ പോകുന്നവർ കേട്ടോ രാവിലെ ആയിരിക്കും ഇത് മെയിനായിട്ട് വരുന്ന സമയമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ഹാർബർ. പയ്യാമ്പലം ബീച്ചാണ് കേട്ടോ, ബീച്ച് ആ ഭാഗമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്നവർ കണ്ണൂരുകാർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ണൂരുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. പിന്നെ പോവാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, ഹാർബറിൽ പോവാത്തവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു പുതിയ കാഴ്ച തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പം നമുക്ക്
എനിക്ക് റഫീഖാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മീൻ വാങ്ങാനൊക്കെ. ഇപ്പോൾ നമ്മളെ മാർക്കറ്റിലാണെങ്കിൽ കൂടിയിട്ട് മാർക്കറ്റിൽ പോയിട്ട്, ഇപ്പോൾ നമ്മളിവിടെ മീൻ വരും, പക്ഷേ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ്. അവിടെ മീൻ കണ്ടിട്ട് അതിങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറേ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ ജംഷിയും കൂടെ മീൻ വാങ്ങാൻ പോകുന്നത്, റഫീഖ പോയിട്ട് ഒരാൾ പോയിട്ട് വാങ്ങിയിട്ട് വന്നാൽ പോരെയെന്ന്. പക്ഷെ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാട്ടോ നമ്മൾ നടന്നു വന്നിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അത് എന്ത് തന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ കുറേ പേര് അങ്ങോട്ടേക്ക് മീൻ വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെ മീൻ വന്നിട്ട് ഇവിടെ നിന്ന് വണ്ടിക്കാരും അതുപോലെ ചെറുകിട ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ കച്ചവടം ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ. ഇവരെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ മീൻ വാങ്ങാനൊക്കെ നല്ല പ്രത്യേക രസമാണ്. വാല് ഭയങ്കര കളറ്. മീനെടുക്കും. തൊള്ളായിരത്തിൽ ഉറപ്പിക്കുവോ? 900 ഉറപ്പിക്കേണ്ടി വരും. ആർക്കും വേണ്ട. ഞാൻ 900 ഉറപ്പിച്ച്. എത്രയാ കാണിക്ക്? ഓ അതാ മറ്റേ മീനാണ്. കണക്കായിട്ടുണ്ട് 300. കുഞ്ഞു 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 എക്സ്പീരിയൻസ് ഹാർബർ എക്സ്പീരിയൻസ് സൗണ്ടിൽ പറയില്ല. കുറച്ച് വെയിൽ കൂടുതലാണ്. ഇതാണ് അവസ്ഥ. പിന്നെ പറ, മീന് കിട്ടിയില്ലേ? മീൻ കിട്ടിയോ? മീൻ കിട്ടി. പിന്നെ നല്ല പൈസ അല്ലേ എടുത്ത മീനിന്?
460 വില 460 വില എന്തുകൊണ്ടോളെ. അങ്ങനെ നമുക്ക് കുറേ മീൻ വേണ്ട, ഇന്ന് കല്യാണം ഉണ്ട് നമുക്ക് വൈകുന്നേരം, പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കും. ഇപ്പം തന്നെ നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ട് കൊണ്ടുപോകല് നടക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ കുറേയൊന്നും വാങ്ങുന്നില്ല. നമ്മൾ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കുള്ള എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുറച്ച് അയിലയും അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്താ നമ്മളവിടെ ഒരാളെ പരിചയപ്പെട്ടു. അവരാത് പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പക്ഷെ ഫ്രഷ് മീൻ കഴിക്കാം, അത്ര തന്നെ. ഇതിപ്പോൾ ചക്കരക്കല്ലിൽ നിന്നായാലും മീൻ കിട്ടും. അതെ, ആ നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ജംഷി വേഗം മീനൊക്കെ മുറിച്ച് പൊരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല ടയർഡാണ്, നല്ല വിശപ്പും. കാരണം രാവിലെ തന്നെ എണീറ്റ ഉടനെ പിന്നെ പോയില്ലേ. അപ്പോൾ നല്ല വിശപ്പ്, കുട്ടികൾക്കായാലും നമ്മളായാലും തളർന്നു പോയിട്ടോ. നല്ല വെയിലും ദാഹവും വിശപ്പും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും എന്തോ ക്ഷീണമായിപ്പോണ്ട്, ഒരു വിറയലൊക്കെ വരിക എന്ന് പറയില്ല, ആ ഒരു സ്ഥിതിയായിട്ടുണ്ട് നമുക്ക് വലിയവർക്ക് തന്നെ. അപ്പോൾ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ നല്ല റോട്ടിയും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ആ ഒരു ക്ഷീണം വിടുന്നില്ല. കുറച്ച് സമയമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിനിപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറയേണ്ട കാര്യമില്ല, കാരണം ഫ്രഷ് നമുക്ക് മീൻ കിട്ടുകയല്ലേ. നമുക്കൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള മീനല്ലേ ഫ്രഷ് എന്ന് കണ്ട് കിട്ടുക. അപ്പോൾ ആ ഒരു അയിലേൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഫ്രഷ് കഴിക്കുന്നവർക്ക് ഞാൻ പറയുന്നതിൻ്റെ ഇത് മനസ്സിലാവില്ല, നമുക്ക് അത് നല്ല ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കഴിഞ്ഞ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ നമുക്ക് കല്യാണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡിനോട് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെവി ഫുഡിനോട് താല്പര്യമേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ലൈറ്റ് ഫുഡ്, ഉച്ചക്കെല്ലാം എന്തെങ്കിലും ലൈറ്റായിട്ട് ആക്കിയാൽ മതി എന്നുള്ള നിലക്കാണ് നമ്മൾ മീനിലേക്ക് കടന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വെയിൽ കൊണ്ട് നല്ല ടാനായിട്ടുണ്ട് കേട്ടോ. നല്ല ടാൻ പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, കറുത്തു പോകുന്നറിയില്ല, ആ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ക്ഷീണം. അപ്പോൾ നമുക്ക് കല്യാണമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഫേഷ്യൽ, നമുക്ക് കയ്യിലൊക്കെ ഉള്ള വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടൊരു ഫേഷ്യൽ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് തണുത്ത പാലെടുക്കുക കേട്ടോ. കുറച്ച് പാലെടുത്തിട്ട് കാച്ചിയതോ കാച്ചാത്തതൊന്നും കുഴപ്പമില്ല, പച്ചപ്പാലാണ് ഏറ്റവും നല്ലത്. അത് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാറിൻ്റെ മുഖത്താണ് കാണിക്കുന്നത്, നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോഴും കാണിക്കണം എന്ന് പറയില്ല, അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ മുഖത്തിട്ടിട്ട് കാണിക്കുന്നത്. ഇതുപോലെ പാലിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പാല് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക, പ്രസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. കാര്യം അങ്ങനെ ആക്കുന്നത് നമ്മളെ ഫേസ് നല്ല ക്ലിയർ ആവട്ടാ, ഡേർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആവും ഫേസിൽ. അവിടെ എവിടെയൊക്കെ ഉള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഏത് ഫേഷ്യൽ ചെയ്യുമ്പോഴും ഇത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആ പാലിൻ്റെ ആ ഗുണങ്ങളും നമ്മൾ ഫേസിന് കിട്ടും. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫേസ് ഒരു കോട്ടൺ എന്തെങ്കിലും വെച്ച് തുടച്ചെടുത്താലും മതി. ഞാനിപ്പോൾ കഴുകാൻ പറഞ്ഞു. പിന്നെ ഒന്ന് ആവി കൊള്ളുക കേട്ടോ. കുറച്ചിങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി കൊണ്ടാൽ മതി. പിന്നെ മറ്റേ സ്റ്റീം ചെയ്യുന്ന അതുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പാലെടുത്തു, അതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കണേ. നിങ്ങൾക്ക് ഒറോട്ടിപ്പൊടി വേണമെങ്കിൽ എടുക്കുക, ചെറിയ തരി ഉണ്ടായാൽ മതി കേട്ടോ. പത്തിരിപ്പൊടി പച്ചരിപ്പൊടിയൊക്കെ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെടുത്തിട്ട് ഫേസിൽ മൊത്തത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
ഒന്ന് പതുക്കെ ഇങ്ങനെ ഇത് കണ്ടോ ഇതുപോലെ എല്ലാം അപ്പം നമ്മൾ നോസിൻ്റെ ആ ഒരു ഇടയിൽ അതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ലിപ്പിൻ്റെ മുകളിൽ അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചുണ്ടിലൊക്കെ. കാര്യം ചുണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ തൊലി പൊളിയുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ സ്ക്രബ് ചെയ്ത് നമുക്ക് നല്ലൊരു സ്കിന്നെല്ലാം അവിടെ വരാനൊക്കെ നല്ലതാട്ടോ. ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന പോലെ മുകളിലേക്ക് പതുക്കെ ഒരു മൈൽഡ് സ്ക്രബ് ഇങ്ങനെ കൊടുക്കുക. 2-3 മിനിറ്റ് ഓണം കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ് നല്ല സ്മൂത്ത് ആവുന്നത് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറും. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആ പാല് തേച്ചിട്ട് നമ്മൾ കഴുകിയ ഉടനെ തുടച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തേന് എടുത്തിട്ട് നിങ്ങളൊന്ന് ഞാൻ പാല് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഹണി ചെയ്യുന്നത് നല്ലതാട്ടോ. അത് ആ സമയത്ത് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പുറത്തേക്ക് വരാൻ പെട്ടെന്ന് പോയി കിട്ടാൻ നല്ലതാണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പഴുത്ത പപ്പായ കേട്ടോ. അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ഫേസിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം, ഓറഞ്ച് അങ്ങനെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പപ്പായ ഉള്ളത് കൊണ്ട് പപ്പായ എടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അതെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സ്ക്രബല്ല, നമ്മൾ സ്ക്രബ് കഴിഞ്ഞു, ഇനി മസാജിങ് ആണ്. നമ്മളെ കവിളൊക്കെ മസാജിങ് അറിയില്ലേ, നമുക്ക് യൂട്യൂബിലൊക്കെ കുറേ പേരുണ്ട് ഫേസ് മസാജ് എന്നൊക്കെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് എപ്പോഴും പറയും, പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. ജാറിനെ വെച്ചിട്ട് അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ ഭാഗത്തും കണ്ണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ട രീതിയുണ്ട്, കവിള എടുക്കുക അതിൻ്റെ രീതിയുണ്ട്, നോസിൻ്റെ അവിടെ, അങ്ങനെ കഴുത്ത് എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ കണ്ണെല്ലാം ചുറ്റിനെല്ലാം ഇങ്ങനെ എന്താ പറയുക ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക കേട്ടോ. പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതും ഒരു 3-4 മിനിറ്റ് അത്രയും മതി. അപ്പോൾ ആ ഒരു പപ്പായേൻ്റെ ജ്യൂസ് അകത്തേക്ക് കയറുകയും ചെയ്യും, ആ ഒരു മസാജിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടിയിട്ട് കളർ വെക്കാനും നമ്മൾ ഫേസെല്ലാം നല്ല എന്താ പറയുക നന്നായിട്ടിരിക്കും കേട്ടോ. നല്ല ചെറിയൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. ഇത് പപ്പായൻ്റെ എടുത്തത്, പപ്പായൻ്റെ ആ ഒരു പൾപ്പ് എടുത്തു, അതിലേക്ക് കുറച്ച് പാല് ആഡ് ചെയ്തു, പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊരു പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം തുടച്ചിട്ട് നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം, കുളിക്കുന്നില്ലെങ്കിലും വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ് സെറ്റായിട്ടിരിക്കും. ഇത് കണ്ട നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകുന്നില്ലേ, എങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളല്ലേ, ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുമേ. അങ്ങനെ ഇപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരം കല്യാണത്തിന് വന്നതാണ്. ഇത് കണ്ണൂർ തന്നെയാണ് കേട്ടോ. കണ്ണൂർ ഒരു ബീച്ച് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ കല്യാണം ഉള്ളത്. ഇത് നമ്മളെ കൽപ്പറ്റ തന്നെയുള്ള റഫീഖാൻ്റെ ഫ്രണ്ട് നിതീഷിൻ്റെ വൈഫിൻ്റെ ആങ്ങളേൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിട്ട് നമുക്കും റോഫ്ക്കാക്കും ഈ ഒരു കല്യാണം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു കേട്ടോ, കാര്യം ബീച്ച് സൈഡ് ആകുമ്പോൾ നമുക്ക് അവിടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ബീച്ചാണ് കേട്ടോ. ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം, നല്ല വൈബായിരുന്നു കേട്ടോ, അടിപൊളി. അതുപോലെ തന്നെ ഫുഡും പറയാണ്ടിരിക്കാൻ പറ്റില്ല, സൂപ്പർ ഫുഡ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടർ തൊട്ടിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, സൂപ്പ് സ്റ്റാർട്ടർ എല്ലാം അടിപൊളി കേട്ടോ, രക്ഷയില്ല. പെണ്ണും ചെക്കനൊക്കെ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ സ്റ്റേജിൽ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വെറുതെ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നു, അങ്ങനെ എല്ലാവരെയും കണ്ടു, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നമ്മളിന്ന് രാത്രി തന്നെ കൽപ്പറ്റയിലേക്ക് തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മളും റോഫ്ക്കയും ഫാമിലിയും എല്ലാവരും കൂടി കേട്ടോ പോവുക. അവർക്ക് നാളെ സ്കൂളുണ്ട്, റഫീഖയ്ക്ക് നാളെ രാവിലെ ഓഫീസ് സ്റ്റേഷനിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.